ദുബായിൽ 23-ാം തീയതി മുതൽ സുഹൈൽ വന്നു എന്നാണ് പറയുന്നത്. ചൂട് കുറയുന്നു തോന്നുന്നു. പക്ഷെ സുഹൈൽ അല്ല വന്നു തോന്നുന്നു, അവന്റെ ഏട്ടൻ സുലൈമാനാണ് വന്നിട്ട് തോന്നുന്നു. നല്ല ചൂടാണ്, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പക്ഷെ ചൂടാണെങ്കിലും ദുബായ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയില് ഒരുമിച്ച് ഫാമിലിയോട് കൂടി ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫാമിലി വിസ എടുക്കാൻ എന്തൊക്കെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. പല ആളുകൾക്കും ഇതറിയാം, അറിയാത്തതായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഫാമിലി വിസക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണല്ലോ സ്പോൺസർ ചെയ്യുന്നത് നിങ്ങളുടെ വൈഫിനെ. അപ്പോൾ സ്പോൺസറിന്റെ ID, എമിറേറ്റ്സ് ID, നിങ്ങളുടെ വിസയുടെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ നിങ്ങളുടെ സാലറി, ലേബർ കോൺട്രാക്ട്, അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് എത്രയാണോ സാലറി, മിനിമം 4,000 ദിർഹം നിങ്ങൾക്ക് സാലറി കിട്ടണം. എന്നാലേ നിങ്ങൾക്ക് ഫാമിലിനെ സ്പോൺസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിന്റെ ലേബർ കോൺട്രാക്ടിന്റെ കോപ്പി വേണം. ഇനി വൈഫിന്റെയും കുട്ടിയുടെയും, വൈഫിന്റെ പാസ്പോർട്ട് കോപ്പി, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, പിന്നെ പറഞ്ഞല്ലോ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇത് ഓൾറെഡി നമ്മൾ ബീസോണിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്, നിങ്ങൾ ഔട്ട്സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 2,000 to 2,050 ഓൾമോസ്റ്റ് ആ റേഞ്ചിലാണ് എമൗണ്ട് വരുന്നത്. നിങ്ങളുടെ ഫാമിലി ഇവിടെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3,200, 3,300 ആ ഒരു റേഞ്ചിൽ എമൗണ്ട് വരുന്നുള്ളൂ. ഫാമിലി വിസ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബീസോണിലോട്ട് വന്നോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.